വെൽക്കം ബാക്ക് ടു എജ്യു മന്ത്ര. സോ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്ന പേപ്പർ ഡിസ്കഷൻ നമ്മൾ ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. റേഡിയോ ആസ് എ മാസ് മീഡിയം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഈ ഒരു വീഡിയോ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അടുത്ത ഒരു ടോപ്പിക്ക് നമ്മളുടെ ഈ ഒരു പേപ്പറിൽ ഈ ഒരു മൊഡ്യൂളിൽ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റേഡിയോ പ്രോഗ്രാം ഫോർമാറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള റേഡിയോ പ്രോഗ്രാംസ് നമുക്കറിയാം. ഓക്കെ, ഇപ്പം ഇതിൽ തന്നെ പലതും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്നതായിരിക്കും, നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് റേഡിയോ പ്രോഗ്രാംസ് ഫോർമാറ്റ്, അതായത് ഡോക്യുമെൻ്ററീസ് കാണാറില്ലേ നമ്മൾ. ഇപ്പം ടെലിവിഷനിലാകുമ്പോൾ നമുക്കിപ്പം ഈ സഫാരി ചാനൽ പോലെയുള്ള ചാനലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡോക്യുമെൻ്ററീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റേഡിയോയിലും ഈ പറയുന്ന ഡോക്യുമെൻ്ററീസ്, ഡ്രാമ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽസ്, ഫോൺ ഇൻ പ്രോഗ്രാംസ്, ബുള്ളറ്റിൻസ്, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. വാർത്താ ബുള്ളറ്റിനുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഡോക്യുമെൻ്ററീസ്. റേഡിയോ ഡോക്യുമെൻ്ററി ഈസ് എ സ്പോക്കൺ വേർഡ് ഫോർമാറ്റ് ദാറ്റ് ടെൽസ് എ നോൺ ഫിക്ഷൻ സ്റ്റോറി. ഓക്കെ, റേഡിയോ ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പം ഈ ഡോക്യുമെൻ്ററീസ് പൊതുവെ കൈകാര്യം ചെയ്യാറുള്ളത് നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്യുമെൻ്ററീസ് ആയിട്ട് ഉണ്ടാവാറില്ല. ഓക്കെ, ഡോക്യുമെൻ്ററീസ് ഒക്കെ ഫാക്ട് ബേസ്ഡ് ആയിരിക്കും. അതായത് ചരിത്രം അല്ലെങ്കിൽ സമകാലികമായിട്ടുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ച്, ഇപ്പം നമ്മളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം ഓസോൺ ഡെപ്ലീഷൻ പോലെയുള്ള പ്രതിഭാസങ്ങൾ, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹിസ്റ്ററി ബേസ് ചെയ്യുമ്പം ഇപ്പോൾ വേൾഡ് വാർ, അല്ലെങ്കിൽ അറ്റോമിക് എക്സ്പ്ലോഷൻ, ഹിരോഷിമ നാഗസാക്കി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ വിവിധ രാജ്യങ്ങളിലുള്ള യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫ് യുദ്ധം, അതുപോലെ തന്നെ ഇറാഖ് ആ ഒരു യുദ്ധകാലഘട്ടം, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തന്നെ പല ഇപ്പോൾ കാശ്മീർ, നമ്മുടെ കാർഗിൽ വാർ, അല്ലെങ്കിൽ ബംഗാൾ ലിബറേഷൻ വാർ, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ്, ഒരുപാട് നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള യാഥാർത്ഥികമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം ആണ് ഡോക്യുമെൻ്ററീസിൽ പൊതുവേ ഉണ്ടാവാറുള്ളത്. ഓക്കെ, സോ റേഡിയോ ഡോക്യുമെൻ്ററിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിലേക്ക് വരിക വിഷ്വൽ ഡോക്യുമെൻ്ററി ആയിരിക്കും. അതിനകത്ത് വീഡിയോ എലമെൻസും ഉണ്ടാവും, സൗണ്ട് എലമെൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ റേഡിയോ ഡോക്യുമെൻ്ററീസിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് എ സ്പോക്കൺ വേർഡ് ഫോർമാറ്റാണ്. ഓക്കെ, അത് സ്പോക്കൺ ആണ്. അത് നമ്മൾ കേൾക്കുക മാത്രമേ ചെയ്യൂ. ആസ് യൂഷ്വൽ റേഡിയോയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കുക മാത്രമേ ചെയ്യൂ. ഓക്കെ, അപ്പം യൂഷ്വലി അബൌട്ട് എ സ്പെസിഫിക് ടോപ്പിക്, ഞാൻ പറഞ്ഞതുപോലെ സ്പെസിഫിക് ടോപ്പിക് ദാറ്റ് മേ ബി എ പാർട്ട് ഓഫ് ഹിസ്റ്ററി ഓർ കണ്ടംപററി ആയിട്ടുള്ള ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാവാം. ഓക്കെ, എല്ലാം ആവാം. ഓക്കെ, ആൻഡ് ഈസ് ബ്രോഡ്കാസ്റ്റ് ഓൺ റേഡിയോ. ഓക്കെ, ഇത് റേഡിയോയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ടേപ്പ്, അതായത് നമ്മൾ ടേപ്പ് റെക്കോർഡില്ലേ, അതായത് ടേപ്പ് റെക്കോർഡ് നമ്മളുടെ CD, DVD പോലെയുള്ള സംവിധാനങ്ങളിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യുന്നതും ആവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ഡോക്യുമെൻ്ററീസ് നമുക്ക് CD ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മളുടെ ഈ നമ്മളുടെ വേൾഡ് വാർ 1, വേൾഡ് വാർ 2, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഫൈറ്റിനെ കുറിച്ചൊക്കെയുള്ള ഡോക്യുമെൻ്ററീസൊക്കെ നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഓർ പോഡ്കാസ്റ്റ്, അതായത് പോഡ്കാസ്റ്റ് ആയിട്ടും ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, റേഡിയോ ഡോക്യുമെൻ്ററീസ് ആർ ബേസ്ഡ് ഓൺ ഡോക്യുമെൻ്ററി എവിഡൻസ് സച്ച് ആസ് റിട്ടൺ റെക്കോർഡ്സ്, സോഴ്സസ് ആൻഡ് ആക്ച്വൽ ഇവൻറ്റ്സ്, ആൻഡ് എയിം ടു പ്രസൻറ്റ് എ ബാലൻസ്ഡ് റെക്കോർഡഡ് ട്രൂത്ത്ഫുൾ അക്കൗണ്ട് ഓഫ് സംതിങ് ഓർ സം വൺ. അതായത് ഡോക്യുമെൻ്ററീസ് എന്ന് പറയുമ്പം ഇത് റേഡിയോ ഡോക്യുമെൻ്ററി മാത്രമല്ല, ഡോക്യുമെൻ്ററീസ് എന്ന് പറയുമ്പം പൊതുവേ അത് ബേസ്ഡ് ഓൺ എവിഡൻസ് ആണ്. ഓക്കെ, സച്ച് ആസ് റിട്ടൺ റെക്കോർഡ്സ്, അതായത് ലിഖിതമായിട്ടുള്ള റെക്കോർഡ്സ്, അതുപോലെ തന്നെ റിട്ടൺ സോഴ്സസ്. നമ്മളിപ്പോൾ ചരിത്രം, ഇപ്പം വേൾഡ് വാറിനെ പറ്റിയാണെങ്കിൽ അതിനെപ്പറ്റി റിട്ടേൺ ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന ചരിത്രം ഉണ്ടല്ലോ, നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള ചരിത്രങ്ങളെക്കുറിച്ച് അതിനെ അപഗ്രഥിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററീസ് ഉണ്ടാവുക. ആൻഡ് ആക്ച്വൽ ഇവൻറ്റ്സ്, യാഥാർത്ഥ്യമായിട്ട് നടന്ന ഇവൻറ്റ്സിനെ കുറിച്ച്, അതിൽ ഒരിക്കലും മാനിപ്പുലേഷനോ അല്ലെങ്കിൽ കഥാപരമായിട്ടുള്ള മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ ഫിക്ഷണലായിട്ടുള്ള എലമെൻറ്റ്സോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്താണോ നടന്നത്, എങ്ങനെയാണോ നടന്നത്, ആ രീതിയിലായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് എയിം ടു പ്രസൻറ്റ് എ ബാലൻസ്ഡ് റെക്കോർഡ് ഓഫ് ട്രൂത്ത് അക്കൗണ്ട് ഓഫ് സംതിങ് ഓർ സംവൺ. അതായത് അത്
എയിം ചെയ്യുന്നത് ടു പ്രസൻറ്റ് ആ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു റെക്കോർഡഡ് ട്രൂത്ത്ഫുൾ അക്കൗണ്ട് ഓഫ് സം വൺ ഓർ സംതിങ്. ഓക്കെ, സോ ദേ മേ ബി ഓൾസോ കമൻട്രി ആൻഡ് സൗണ്ട് പിക്ചേഴ്സ്. ഓക്കെ, അത് ഒരു ആ ഒരു പോയിന്റ് നിങ്ങളധികം നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഫസ്റ്റ് ഒരു ലാസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ട് ഡ്രാമ. ഓക്കെ, ശബ്ദ നാടകങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ ആരെങ്കിലും ശബ്ദ നാടകങ്ങളോ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ റേഡിയോ ഡ്രാമ ഓൾസോ നോൺ ആസ് ഓഡിയോ ഡ്രാമ. അതായത് റേഡിയോ ഡ്രാമ എന്ന് പറയുമ്പം റേഡിയോ നാടകങ്ങൾ അല്ലെങ്കിൽ ശബ്ദ നാടകങ്ങൾ, അത് രണ്ട് രീതിയിൽ അറിയപ്പെടാറുണ്ട്. എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ വിഷ്വലായിട്ടുള്ള നാടകമില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ശബ്ദം മാത്രം ഉപയോഗിച്ചിട്ടുള്ള നാടകങ്ങളാണ്. നമ്മൾ ആകാശവാണിയിലും റെഡ് എഫ് എമ്മിലൊക്കെ സൺഡേസിലാണെന്ന് തോന്നുന്നു, ഒരു ഈവനിങ് ഒരു ടൈമിലൊക്കെ ചില ദിവസങ്ങളിൽ കാണാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നമ്മളുടെ സ്റ്റേഷനിൽ, കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിലൊക്കെ ശബ്ദ നാടകങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ശബ്ദം കൊണ്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും, ഒരു നാടകം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളൊക്കെ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത് ആ ശബ്ദത്തിലുള്ള വോയിസ് മോഡുലേഷൻ കൂടി, അല്ലെങ്കിൽ വോയിസിലുള്ള ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ വോയിസ് മോഡുലേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഈ പറയുന്ന നാടകത്തിലെ എല്ലാ കാര്യങ്ങളും, ഇമോഷൻസ് ആയാലും ആട്രിബ്യൂട്ട്സ് ആയാലും കാര്യങ്ങളൊക്കെ അവർ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ, in acoustic performance that uses dialogues, ഞാൻ പറഞ്ഞ പോലെ ഡയലോഗുകൾ, മ്യൂസിക്, സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റോറി ടെൽ ചെയ്യുന്ന രീതിയിലാണ് ഈ പറയുന്ന ശബ്ദനാടകങ്ങൾ. ഓക്കെ, ഈസ് എൻ അക്കോസ്റ്റിക് പെർഫോമൻസ് ദാറ്റ് യൂസസ് ഡയലോഗ്സ്, മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്റ്റ് ടു ടെൽ എ സ്റ്റോറി. ഓക്കെ, റേഡിയോ ഡ്രാമാസ് ആർ ടിപ്പിക്കലി ലിസൺഡ് ടു ഇൻ ദ ഇയർ. ഓക്കെ, അതായത് ഒരു പോയിന്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ശബ്ദ നാടകങ്ങൾ ഈസ് മെൻറ്റ് ടു ബി ലിസൺ. ഓക്കെ, ഈസ് മെൻറ്റ് ഫോർ ഇയർ. ഓക്കെ, ചെവിക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളൊരു പോയിൻ്റാണ്. അതിൽ ടൈപ്പിങ്ങിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നുന്നു. ഓക്കെ, റദർ ദാൻ വാച്ച്ഡ് അപ്പോൺ എ സ്റ്റേജ്, അതൊരു സ്റ്റേജിൽ കാണാനുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് അത് ചെവി കൊണ്ട് കേൾക്കാനുള്ള രീതിയിലാണ് ഈ ഒരു നാടകങ്ങൾ എന്താ പറയുക രചിക്കപ്പെടുന്നത്. അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ തന്നെ ആ ഒരു എന്താ പറയുക ഒരു സ്വിച്ചിങ്, ആ ഒരു മോഡ് സ്വിച്ചിങ് അവർ നടത്തുന്നുണ്ട്. ഓക്കെ, സോ ദേ ക്യാൻ ഇൻക്ലൂഡ് പ്ലേസ് സ്പെസിഫിക്കലി റിട്ടൺ ഫോർ റേഡിയോ ഡോക്യു ഡ്രാമാസ്. ഓക്കെ, അതായത് അത് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ അവർക്ക് അതൊരു റേഡിയോ ഡ്രാമയാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കും അവർ അത് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഡ്രാമറ്റൈസ്ഡ് വർക്ക്സ് ഓഫ് ഫിക്ഷൻ ആൻഡ് പ്ലേസ് ഒറിജിനലി റിട്ടൺ ഫോർ ദ തിയേറ്റർ ഇൻക്ലൂഡിങ് മ്യൂസിക്കൽ തിയേറ്റർ ആൻഡ് ഓപ്പേര. ഓക്കെ, അതായത് ഈ ശബ്ദനാടകങ്ങളെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സ്റ്റേജിൽ കളിക്കുന്ന നാടകങ്ങൾ അതിനെ ഒരു ശബ്ദനാടകമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശബ്ദനാടകം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് എത്രയേ ചോദിക്കുകയുള്ളൂ, നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് എഴുതാനൊന്നും ഉണ്ടാവില്ല. ബട്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശബ്ദനാടകങ്ങളെന്ന് പറയുമ്പോൾ സാധാരണ നാടകങ്ങളെ പോലെ തന്നെ അതിന് ഒരുപാട് കഥാപാത്രങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും, പക്ഷേ അത് നമ്മൾ കാണില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ശബ്ദം, അതുപോലെ തന്നെ ഡയലോഗ്സ്, അതുപോലെ തന്നെ ആളുകളുടെ എണ്ണം ഒക്കെ കറക്റ്റായിരിക്കും, ഒക്കെ പഴയ പോലെ തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ഒരു സ്റ്റേജിലിടുന്ന് നമുക്ക് കാണുന്നത് പോലെ നമുക്ക് ശബ്ദനാടകങ്ങളെ കാണാൻ സാധിക്കില്ല. മറിച്ച് അതിൽ ഈ പറയുന്ന ഡയലോഗ്സും സൗണ്ട് എഫക്ട്സും ആട്രിബ്യൂട്ട്സും ഒക്കെ കൂടിയിട്ട് നമ്മളുടെ മനസ്സിലേക്ക് ആ ഒരു ചിത്രം കടന്നു വരുന്ന രീതിയിലായിരിക്കും ഈ പറയുന്ന എന്താ പറയുക ഓഡിയോ ഡ്രാമാസ് അല്ലെങ്കിൽ ശബ്ദനാടകങ്ങൾ ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇനി കൊമേഴ്ഷ്യൽസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എ റേഡിയോ കൊമേഴ്ഷ്യൽ ഈസ് എ പെയ്ഡ് സ്പോട്ട് ഓർ എ റേഡിയോ ഷോ ടു പ്രൊമോട്ട് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഓക്കെ, സോ നമ്മൾ യൂട്യൂബിലൊക്കെ പ്രൊമോ വീഡിയോസ് കാണാറില്ലേ, ഇപ്പോൾ നമ്മൾ സിനിമയുടെ പ്രൊമോഷൻസ് കാണാറില്ലേ, അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് കാണാറില്ലേ, പെയ്ഡ് കൊളാബറേഷൻസൊക്കെ കാണാറില്ലേ. നമ്മൾ ചില പ്രോഡക്ട്സ്, ചില ഇൻഫ്ലുവൻസേഴ്സ് ചില പ്രോഡക്ട്സ് പരിചയപ്പെടുത്താറുണ്ട്, ചില സർവീസുകൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ട്രാവൽ
വ്ളോഗുകളിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് സുജിത് ഭക്തൻ, ടെക് ട്രാവലിറ്റ്. അദ്ദേഹം സ്റ്റഡി ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടീമിൻ്റെ കൂടെ യാത്ര ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി അതൊരു തരത്തിലൊരു പ്രൊമോഷൻ കൂടിയാണ്, ഒരു കൊമേഴ്ഷ്യൽ പ്രൊമോഷൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ പല യൂണിവേഴ്സിറ്റീസിൽ പോകും. നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവർ കുറേ എന്താ പറയുക യൂണിവേഴ്സിറ്റികളിൽ പോകുന്നു, വിദേശത്ത് വിദ്യാഭ്യാസം നടത്തുന്ന അങ്ങനെയുള്ള രീതിയിൽ ഓരോ സർവീസുകളെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാംസിനെയാണ് കൊമേഴ്ഷ്യൽസ് എന്ന് പറയുന്നത്. റേഡിയോയിലും ഉണ്ട്. ഓക്കെ, റേഡിയോയിലും അത്തരത്തിലുള്ള ഇപ്പോൾ ചില ഹോസ്പിറ്റലുകളിലെ ഈ ഫോൺ ഇൻ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ചില ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പം അവർ പറഞ്ഞ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്കൊരു പ്രൊമോഷൻ, ഒരു പരസ്യം തരികയാണ്, ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന വിഭാഗത്തിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊരു ഡോക്ടറുണ്ട് എന്ന് അവർ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരുപാട് ഇപ്പം എന്താ പറയുക, നമ്മൾ ഓരോ പ്രോഗ്രാംസിനെ പറ്റി പറയുമ്പം അതിന് അവർ എന്താ പറയുക പ്രൊഡ്യൂസ്ഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഷോപ്പുകളിലെ പേരുകൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കൊമേഴ്ഷ്യൽസിൻ്റെ ഭാഗമാണ്. ഓക്കെ, റേഡിയോ കൊമേഴ്ഷ്യൽസ് ഹാവ് ബീൻ അറൗണ്ട് ഫോർ നിയർലി 100 years, 100 വർഷങ്ങളായിട്ട് റേഡിയോ കൊമേഴ്ഷ്യൽസ് നമ്മളുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ റേഡിയോ വേൾഡിൽ, മീഡിയ വേൾഡിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സ്റ്റിൽ കൺസിഡേർഡ് വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഫോം ഓഫ് അഡ്വർടൈസിങ്. ഓക്കെ, അത് സ്റ്റിൽ അത് ഇത്രയും മീഡിയയിൽ ഇത്രയും ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടും അത് ഇപ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്വർടൈസിങ് ഫോമാറ്റായിട്ടാണ് അത് ഇപ്പോഴും കാണുന്നത്. ഓക്കെ, സോ റേഡിയോ കൊമേഴ്ഷ്യൽസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസിനെയോ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ആരെങ്കിലും ചെയ്യുന്ന പ്രോഗ്രാംസ്, അത് വെദർ ഇറ്റ്സ് എ വീഡിയോ ഓർ ഓഡിയോ പ്രോഗ്രാം, എന്തായാലും അതൊക്കെ കൊമേഴ്ഷ്യലായിട്ടാണ് വരിക. ഓക്കെ, അഗെയിൻ നമുക്ക് അടുത്തൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഒക്കെ അറിയുന്നതായിരിക്കും, ഫോൺ ഇൻ പ്രോഗ്രാംസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടി വിയിലായാലും ടി വി ചാനലുകളിലായാലും അതുപോലെ തന്നെ റേഡിയോയിലായാലും ഒരുപാട് കേൾക്കുന്നതാണ് ഫോൺ ഇൻ പ്രോഗ്രാംസ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു റേഡിയോയിലായിരിക്കും ഉണ്ടാവുക. അതായത് റേഡിയോയ്ക്കകത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഫോൺ ഇൻ പ്രോഗ്രാംസ് ഉണ്ടാവാറുള്ളത്. ഇപ്പം ആസ്ട്രോളജി, ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്കറിയാം ആസ്ട്രോളജേഴ്സ് ഉണ്ടാവും, പണിക്കർ അല്ലേ, അവരുണ്ടാവും. അപ്പം നമ്മൾ വിളിച്ചിട്ട് നമ്മളുടെ ജാതകം അല്ലെങ്കിൽ നമ്മളുടെ നക്ഷത്രമൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ നമ്മളുടെ ഒരു ഏകദേശം ഭാവി, ഭൂതം, വർത്തമാനമൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ എന്താ പറയുക, ഡോക്ടറോട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഓരോ ഓരോ കേസുകൾ, ഓരോ അസുഖങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് ആളുകൾക്ക് വിളിച്ച് സംസാരിച്ച് നമുക്ക് എന്താ പറയുക നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഒക്കെയുള്ള പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ടല്ലേ. അതുപോലെ തന്നെ ചില മ്യൂസിക്കൽ പ്രോഗ്രാംസ്, നമ്മൾ വിളിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ പറയുക, എന്നിട്ട് അവരത് ചെയ്യുക. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസുകൾ ഈ പറയുന്ന ഫോൺ ഇൻ പ്രോഗ്രാംസ്, അത് റേദർ ദാൻ വൺ വേ കമ്മ്യൂണിക്കേഷൻ, അതൊരു 2 way ആയിട്ടുള്ളൊരു പ്രോഗ്രാംസാണ്. അതായത് നമുക്ക് ലിസണേഴ്സിന് അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചില ഇൻ്റർവ്യൂസ് അല്ലേ, അതായത് ഇപ്പം ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, കളക്ടർമാർ, കമ്മീഷണർമാർ, MVDമാർ, ഇവരെയൊക്കെ വെച്ചിട്ട് ആളുകളുടെ സംശയം ക്ലിയർ ചെയ്യുക. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഈ പറയുന്ന റേഡിയോസിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ റേഡിയോസ് കേൾക്കാറുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് ഫോൺ ഇൻ പ്രോഗ്രാംസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, സോ റേഡിയോ ഫോൺ ഇൻ പ്രോഗ്രാം ഈസ് ഓൾസോ നോൺ ആസ് കാൾ ഇൻ ഈസ് എ റേഡിയോ പ്രോഗ്രാം where listeners can call into the program and share the opinions or questions. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ഒപ്പീനിയൻസ് പറയാൻ സാധിക്കും, നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ക്വസ്റ്റ്യൻസ്, നമുക്ക് സംശയങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ കേസുകൾ, പ്രോഗ്രാംസൊക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് നമ്മളുടെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കും. ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഈസ് യൂഷ്വലി ചൂസൺ ഫോർ ദ ഡേ ഓഫ് ബ്രോഡ്കാസ്റ്റ്. അതായത് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈവ് പ്രോഗ്രാംസ് ആയിരിക്കും അധികവും. ഓക്കെ, സോ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു പോയിൻ്റ് വായിച്ച് നോക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, സോ ബുള്ളറ്റിൻ, റേഡിയോ ബുള്ളറ്റിൻ എന്ന് പറയുമ്പോൾ ന്യൂസ് ബുള്ളറ്റിനാണ് പൊതുവേ ഉണ്ടാവാറുള്ളത്. റേഡിയോ ബുള്ളറ്റിൻ ഈസ് എ ബ്രീഫ് ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ദാറ്റ് ഗിവ്സ് ദ ബെയർ ഫാക്ട്സ് ഓഫ് ന്യൂസ് സ്റ്റോറീസ് ബിഫോർ മോർ ഡെപ്ത് ഈസ് ആഡഡ് ഇൻ എ ഫുൾ പ്രോഗ്രാം. ഓക്കെ, ഈ റേഡിയോ ബുള്ളറ്റിൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ന്യൂസ് പ്രോഗ്രാമാണ്, യഥാർത്ഥത്തിലൊരു ന്യൂസ് പ്രോഗ്രാം തന്നെയാണ്. പക്ഷേ അതിൽ ഹെഡ്ലൈൻസ് മാത്രമേ വായിക്കുകയുള്ളൂ. ഓക്കെ, അതിൽ കൂടുതലായിട്ട് അതിനെപ്പറ്റി
പറയില്ല. ജസ്റ്റ് ആ ഒരു ന്യൂസിൻ്റെ സ്പെസിഫിക് ഫാക്റ്റ് എന്താണോ ആ ഫാക്റ്റ് മാത്രമേ ഇതിനകത്ത് പറയുള്ളൂ അവർ. ഓക്കെ, അവർ കൂടുതലായിട്ട് അധികം സമയം എടുക്കാറില്ല. ഈ റേഡിയോ ബുള്ളറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 5 മിനിറ്റ്സോ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 10 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ചിലപ്പം ചില ബുള്ളറ്റിൻസിലൊക്കെ ഒരു 100 വാർത്തകളൊക്കെ വായിക്കാറുണ്ട്. ബട്ട് മെയിൻ പോയിൻറ്റ്സ് മാത്രമേ, ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള മെയിൻ കീ വേർഡ്സ് മാത്രമേ അവർ വായിക്കുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള പ്രോഗ്രാംസാണ് റേഡിയോ ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ള ഇതെന്ന് പറയുന്നത് AM എന്താണ്, FM എന്താണെന്നൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളും ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഓക്കെ, സോ താങ്ക് യു വൺസ് അഗെയിൻ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, യെസ്.